കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം 26-ാമത്തെ വാക്യം. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നാം ചിന്തിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി എന്നുള്ളതാണ്. എന്നുള്ള യേശുവിന്റെ ശിഷ്യന്മാരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുവാൻ തുടങ്ങി. അല്ലേലൂയ. ആ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലം കൂടെ നാം വായിച്ചു വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം അല്ലേലൂയ അതിന്റെ 19-ാമത്തെ വാക്യം തൊട്ട് വായിക്കും മനസ്സിലാക്കുന്നത് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേര് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്തേഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവായി ചിതറിപ്പോയവർ യഹൂദന്മാരില്ലാതെ മറ്റാരോടും അല്ലൊരു വചനം സംസാരിക്കാതെ ഫൊയ്നീക്യ, സൈപ്രസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോട് സഞ്ചരിച്ച് അവരിൽ ചിലർ അല്ലൊരു സൈപ്രസുകാരും കുറേനക്കാരും ആയിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിൽ എത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയിലോളം പറഞ്ഞയച്ചു. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. വളരെ പുരുഷാരൻ കർത്താവിനോട് ചേർന്നു. അവൻ ശൗലിനെ തിരവാൻ തർസോസിലേക്ക് പോയി. അവനെ കണ്ടെത്തിയപ്പോൾ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടി വരികയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. അപ്പൊ ഇവിടെ വായിച്ച വചനം സ്തേഫാനോസിന്റെ മരണം മൂലം ചിതറിപ്പോയവർ വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അവർ യെരുശലേമിൽ നിന്ന് ഏകദേശം 300 കിലോമീറ്റർ വടക്കുള്ള അന്ത്യോക്യയിലും സുവിശേഷം അറിയിച്ചതിന് ഫലമായി വലിയൊരു സഭയുണ്ടായി. ഹല്ലേലൂയ. ഈ വിവരം യെരുശലേമിലുള്ള ഹല്ലേലൂയ അപ്പോസ്തലന്മാരെ അറിയിച്ചപ്പോൾ ബർന്നബാസിനെ അങ്ങോട്ട് അയച്ച് ബർന്നബാസിന്റെ നേതൃത്വത്തിൽ അന്ത്യോക്യ സഭ അതിവേഗം വളരാൻ കാരണമായി. ഹല്ലേലൂയ. അപ്പോൾ ബർന്നബാസിനും ഒരു സഹായിയുടെ ആവശ്യമുണ്ടായി. അതുകൊണ്ട് അവൻ ശൗലിനെ അന്വേഷിച്ച് തർസോസിലേക്ക് പോയി അവരുമായി മടങ്ങി വന്ന് ഹല്ലേലൂയ അന്ത്യോക്യയിൽ സുവിശേഷ പ്രവർത്തനം ചെയ്തുവെന്ന് വായിക്കാൻ കഴിയും. ഈ വചനം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രശ്നേഹിത ശിഷ്യന്മാർക്ക് അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായത് നിങ്ങൾ വേദപുസ്തകത്തിലൂടെ കാണണം. പ്രൈസലോ. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് പൊട്ടിമുളച്ച് വന്നവരൊന്നുമല്ല. ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോഴത്തേന് അവരെന്തോ കൂട്ടരാണ്, അവരെന്തോ മാർഗക്കാരാണെന്നൊക്കെ പറഞ്ഞ് അവരെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ടായി. അല്ലേ അവരോട് പറയട്ടെ, അന്ത്യോക്യയിൽ വെച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് ഉണ്ടായത് അത് ദൈവത്താൽ സ്ഥാപിതമായതാണ്. ക്രിസ്ത്യാനി എന്ന് പറയുന്ന പേര് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ചേർത്തതല്ല, അത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പേരാണ്. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ ക്രിസ്ത്യാനിയാ. അവന്റെ പേരാ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അല്ലാതെ ലോകം പറയുന്നത് പോലെ അല്ലേലിയ തട്ടിമുട്ടി ഉണ്ടാക്കിയിട്ട പേരുകളൊന്നും അല്ലിത്. അല്ലേലിയ ദൈവത്താൽ സ്ഥാപിതമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അല്ലേലി. അപ്പൊ ക്രൈസ്തവൻ എന്ന വാക്ക് അല്ലേലിയ ക്രിസ്തു ക്രിസ്തു അവനിൽ ജനിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ക്രൈസ്തവൻ എന്ന് പറയുമ്പോൾ അവനിൽ ക്രിസ്തു ജനിക്കുന്നു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ.
അപ്പൊ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ഒരുവൻ കടന്നു വന്ന യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ദൈവകൽപ്പന പ്രമാണിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് ഇന്നും ക്രിസ്ത്യാനികൾ എന്ന് പേരാണ്. അല്ലേ? കാരണം അവർ ലോകത്തിൽ നിന്ന് വേർപെട്ടവരാണ്, ലോകത്തിന്റെ ഇമ്പങ്ങളിൽ നിന്ന് വേർപെട്ടവരാണ്, ലോക സുഖങ്ങളിൽ നിന്ന് വേർപെട്ടവരാണ്. ഇവിടുത്തെ മദ്യവും മയക്കുമരുന്നും പാനശാലകളും ജഡികമായ ജീവിതങ്ങളും ഇവിടുത്തെ ദുരുപദേശങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അല്ലെങ്കിൽ കർമ്മങ്ങളും ഒക്കെ പാരമ്പര്യം ഒക്കെ വിടുവിച്ചിട്ട് യേശുക്രിസ്തുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചവരാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. അവർക്ക് പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവത്തെ ആരാധിക്കുവാനും കൂടി വരുവാനും ദൈവം അവർക്ക് നൽകിയതാണ് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള ദൈവസഭ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഇവിടെ നാം ദൈവത്തിന് ക്രൈസ്തവൻ എന്ന വാക്ക് ക്രിസ്തു അവൻ എന്ന് ഹല്ലേലൂയ ആമേൻ സ്തോത്രം അവരിൽ ഉളവായി അല്ലെ ഉരുവായി സ്തോത്രം ഹല്ലേലൂയ ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നവൻ ആകുന്നു എന്നുള്ളതാണ് പേരിന്റെ അർത്ഥം. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നവൻ. അപ്പൊ നിങ്ങൾ ചോദിച്ചെന്നെ ഉയർത്തിയേക്കാം, അങ്ങനെയല്ലല്ലോ എല്ലാവരെയും കാണുന്നത്. അത് നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി. എല്ലാവരെയും ഒന്നും നന്നാക്കാൻ നമുക്ക് കഴിയില്ല. ക്രിസ്തുവിന്റെ പേര് പറഞ്ഞ് ക്രിസ്ത്യാനികൾ എന്ന് പേര് പറഞ്ഞ് നടക്കുന്ന പലരും ക്രിസ്തുവിനെ അനുഗമിക്കാതെ അവർ ലോകത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരുണ്ട്. അവരോടൊക്കെ നമ്മൾ ആമീൻ പറഞ്ഞതുകൊണ്ട് പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക. അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥ ക്രിസ്ത്യാനിയായി മാറുന്നത്. ഒരു ക്രിസ്തുവിൽ ജനിക്കുമ്പോൾ, ക്രിസ്തു അവന്റെ ഉള്ളിൽ ഉരുവാകുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ അമേലരിയ മകനായി മകളായി മാറുന്നു. അല്ലേരിയ കാരണം ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നവൻ. അല്ലേരിയ ആദ്യമായി ഒരുവൻ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ പാപക്ഷമയും രക്ഷയും അവന് പ്രാപിക്കാൻ കഴിയും. ഒരു പാപിക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ആ മനുഷ്യന് പാപക്ഷമയും രക്ഷയും പ്രാപിക്കാൻ കഴിയും. പിന്നീട് ക്രിസ്തുവിനെ തന്റെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും അല്ലെങ്കിൽ അവന് സ്നേഹപൂർവം സ്വീകരിക്കുവാൻ കഴിയും. അപ്പൊ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്ന വ്യക്തി തുടർന്നുള്ള ജീവിതത്തിന് ക്രിസ്തുവിനെ സ്നേഹപൂർവം അല്ലേലിയ ആമീൻ തന്റെ ഹൃദയത്തിലേക്ക് ആമീൻ ജീവിതത്തിലേക്ക് ആമീൻ ക്ഷണിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ക്രിസ്തുവിന്റെ സകല ഗുണങ്ങളും പ്രാപിച്ച് അവൻ ക്രിസ്ത്യാനിയായി ജീവിക്കണം. ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സകല ഗുണങ്ങൾ നമ്മളുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവേശുള്ള ഭാവം ഉള്ളവനാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. എല്ലാവരും ക്രിസ്തുവിനെ അറിയാം, എല്ലാവരും ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനി എന്ന പേരൊക്കെ ഉണ്ടെങ്കിലും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനല്ലെങ്കിൽ, ക്രിസ്തുവിന്റെ സ്വഭാവ ഗുണങ്ങൾ ആ മനുഷ്യനില്ലെങ്കിൽ അവനൊരിക്കലും ക്രിസ്ത്യാനിയല്ല. അല്ലേ? അവൻ പേരുകൊണ്ട് മാത്രമാണ്, ജഡം കൊണ്ട് ക്രിസ്ത്യാനിയാണ്. അവൻ ആത്മാവിൽ വീണ്ടും ജന്മം പ്രാപിച്ചവനല്ല. രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നീയത, ക്രിസ്ത്യാനി എന്ന് പറയുന്ന പേര് അഭിമാനത്തോടെ പറയുവാൻ ദൈവസഭയ്ക്ക് കഴിയും. കാരണം അവർ വീണ്ടും ജനത്താൽ ആ പേര് പ്രാപിച്ചവരാ. രക്തം ചെയ്യും. ഈ ലോകത്തിന്റെ പാപമോഹങ്ങളിൽ പാപസുഖങ്ങളിൽ വീണ് ദൈവമായി യാതൊരു ബന്ധവുമില്ലാതെ നിത്യ നരകത്തിന് അധീനരായി ജീവിച്ചപ്പോൾ, നിത്യ നരകത്തിന് വേണ്ടി ജീവിച്ചപ്പോൾ ഹല്ലേലൂയ പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് ആമീൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ പരമയാഗത്തിലൂടെ ഹല്ലേലൂയ മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി പാപത്തെ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിച്ചെടുത്ത് ആമീൻ അവനെ ദൈവഭവനത്തിന്റെ മകനായി മകളാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ അവൻ ദൈവരാജ്യത്തിന്റെ അവകാശിയാകുന്നു, ക്രിസ്തുവിന്റെ മകനാകുന്നു, മകളാകുന്നു. അവൻ യഥാർത്ഥ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനിയായി മാറും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പം വേദപുസ്തകങ്ങളിൽ 3 ഭാഗങ്ങളിൽ മാത്രമാണ് ക്രിസ്ത്യാനി എന്ന പേര് വരുന്നത്. വേദപുസ്തകത്തിൽ വെറും 3 ഭാഗത്തെ ക്രിസ്ത്യാനി എന്നുള്ള പേരുള്ളൂ. ആദ്യമായിട്ട് നമ്മൾ വായിച്ചല്ലോ, ഹല്ലേലൂയ സ്തോത്രം, അന്ത്യോക്യയിൽ ശിഷ്യന്മാരാണ് ക്രിസ്ത്യാനികൾ എന്ന പേരിന് ആദ്യമായി അർഹരായത്. പ്രൈസ് ദി ലോർഡ്. രക്തം ചെയ്യും. രണ്ടാമതായി എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു,
അഗ്രിപ്പ പൗലോസിനോട്, ഹല്ലേലൂയ, ആമേൻ, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അഗ്രിപ്പ രാജാവ് പൗലോസിനോട് പറയാണ്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു. ഹല്ലേലൂയ. അത് തന്നെയാണ് ഇന്നും നടക്കുന്നത്. പാപത്തിൽ വീണ്ടു കിടക്കുന്ന, സമാധാനമില്ലാത്ത, ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ സാത്താൻ അധീനതയിൽ ജീവിക്കുന്നവരും പാപത്തിൽ വസിക്കുന്നവരുമായവരോട്, ആമേൻ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ, അവർ ദൈവവചനം ശക്തിയോടെ അറിയിക്കുമ്പോൾ, സുവിശേഷം അറിയിക്കുമ്പോൾ, അവർ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ വേണ്ടി പൗലോസ് അഗ്രിപ്പ രാജാവിനോട് പറഞ്ഞതുപോലെ തന്നെ ദൈവജനം ഇന്ന് സുവിശേഷം പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം വായിച്ചത്, അഗ്രിപ്പ പൗലോസിനോട്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ടും സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ മൂന്നാമതായിട്ട് ക്രിസ്ത്യാനി എന്ന് പേര് പറയുന്നത്, ഹല്ലേലൂയ, 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിലാണ് കാണുന്നത്. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്ത്യാനിയായി മാറിക്കഴിഞ്ഞാൽ, ക്രിസ്തുവിന്റെ ശിഷ്യനായി, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനായി ക്രിസ്ത്യാനിത്വം സ്വീകരിച്ചാൽ, ക്രിസ്ത്യാനിത്വത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ കഷ്ടങ്ങൾ കടന്നു വരാം, പ്രശ്നങ്ങൾ കടന്നു വരാം, വെല്ലുവിളികൾ കടന്നു വരാം, നിന്ദകളും അപമാനങ്ങളും കടന്നു വരാം, ഒറ്റപ്പെടലുകൾ വന്നേക്കാം, തള്ളിക്കളഞ്ഞേക്കാം, കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കിയേക്കാം, സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കിയാം, സമുദായത്തിൽ നിന്ന് ഒഴിവാക്കിയേക്കാം, എല്ലാവരും ഒഴിവാക്കി കളഞ്ഞേക്കാം. പക്ഷെ എല്ലാവരും ഒഴിവാക്കി കളഞ്ഞാലും ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയാണ്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശ്രോതാവേ, നീ ക്രിസ്തുവിനെ അനുഗമിച്ചതുകൊണ്ട്, നീ ഒരു നല്ല പേരിന്റെ ഉടമയായതുകൊണ്ട്, നീ ഭൂമി കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നീ ഒരിക്കലും ലജ്ജിതനായി പോകരുത്, നീ ലജ്ജിതനായി മാറരുത്. നമ്മൾ 34-ാം സങ്കീർത്തനം 5-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല. അത് ലോകം നിന്നെ പകയ്ക്കുമ്പോൾ, ലോകം നിന്നെ എതിർക്കുമ്പോൾ, ലോകം നിന്നെ മാറ്റി നിർത്തുമ്പോൾ, ലോകം നിന്നെ നിന്ദിക്കുമ്പോൾ, ലോകം നിന്നെ അപമാനിക്കുമ്പോൾ, നിനക്കുള്ള നന്മകളെല്ലാം തരാതെ അത് അപഹരിച്ചെടുക്കുമ്പോൾ നീ എന്റെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കണം. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല. ഈ ഭൂമിയിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും, എന്തെല്ലാം നിനക്ക് കിട്ടാതെ വന്നാലും, ആരെല്ലാം ഒഴിവാക്കിയാലും, ഹല്ലേലൂയ, ഈ നാമം ധരിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ നിന്നെ മാനിച്ചുയർത്തുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. ഈ നാമം ധരിച്ചു കഴിഞ്ഞാല് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ചിലരൊക്കെ എങ്കിലും പറയാറുണ്ട്, ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല, ഇവിടെ വന്നത് വെറുതെ ആയിപ്പോയി, നിന്നിടത്ത് തന്നെ അങ്ങ് നിന്നാ മതിയായിരുന്നു എന്നൊക്കെ പറയുന്ന അനവധി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രൈസ്തോത്രങ്ങളെ, ഒരു കാലഘട്ടത്തിൽ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു ദിവസം, ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ വലിയ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വന്നു. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ സ്വന്തം നാട് പോലും ഉപേക്ഷിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ, അങ്ങനെ ഞാൻ എന്റെ സ്വന്തം നാട്ടിൽ നിന്ന് കുറച്ചു ദിവസം മാറി താമസിക്കേണ്ട സാഹചര്യം വന്നു. ആ സാഹചര്യത്തിൽ എന്റെ കയ്യിൽ കിട്ടിയ ഒരു വേദപുസ്തകമാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വരാൻ കാരണമായത്. കയ്യിൽ കിട്ടിയ വേദപുസ്തകം തിരിഞ്ഞും മറിഞ്ഞും വായിച്ചു നോക്കി, ഒരുപാട് തവണകൾ വായിച്ചു നോക്കി. അതിനകത്തെ സത്യവചനങ്ങൾ നിശ്ചയത്തോടെ വായിക്കാൻ തുടങ്ങി, പല വചനങ്ങൾ സംസാരിക്കുവാൻ തുടങ്ങി. എന്റെ ഉള്ളിൽ പാപബോധം വന്നു. തെറ്റിനെ കുറിച്ച് എനിക്ക് ബോധ്യമായി. ഞാനൊരു പാപിയായ മനുഷ്യനാണ്. എന്റെ അവസാന നിത്യ നരകമാണ്. എനിക്ക് ഈ ഭൂമി രക്ഷയില്ല, താൽക്കാലികമാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ഏക സത്യദൈവമായ, ഏകരക്ഷകനായിരിക്കുന്ന, വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന, ഏകരക്ഷകനും സത്യദൈവവും നിത്യപിതാവുമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് ദൈവം എന്ന്, കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് വീണ്ടെടുപ്പ് എന്നെന്റെ ഹൃദയത്തിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ,
ഹല്ലേലൂയ. ആരുടെ അനുവാദം ചോദിക്കാതെ, ആരോടും ഒന്നും പറയാതെ, സ്വന്തമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി ദൈവസഭയ്ക്കകത്ത് എഴുന്നേറ്റ് പറഞ്ഞു. ഹല്ലേലൂയ. പിന്നീട് കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച് ദൈവവചനം പഠിച്ച് കർത്താവിന്റെ മഹത്വമേറിയ വേല ചെയ്തു. ആമീൻ. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ആമീൻ. ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്രയും വേണ്ടതെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് പറഞ്ഞതുപോലെ എന്റെ ജീവിതത്തിലും പലവിധമായ ശോധനകൾ വന്നിട്ടുണ്ട്, പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്, വെല്ലുവിളികൾ വന്നിട്ടുണ്ട്, പരാജയങ്ങൾ വന്നിട്ടുണ്ട്, സാമ്പത്തികമായി ഞെരുക്കം വന്നിട്ടുണ്ട്. ആമി പലവിധമായി പ്രതിസന്ധികളുടെ കടന്നുപോയിട്ടുണ്ട്. അന്നൊന്നും ചോദിച്ചില്ല, അന്നൊന്നും ഇങ്ങനെ പറഞ്ഞില്ല, എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, എന്തിനാണ് അങ്ങ് അനുഗമിച്ചത്, നിന്നിടത്ത് നിന്നാ മതി എന്ന് ഒരിക്കലും ചിന്തിച്ചില്ല. കാരണം എന്താ? ആമി നിത്യജീവനെ കുറിച്ചുള്ള ബോധ്യമുണ്ടായി. അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാതിരുന്നു പറയോ? നിത്യജീവനെ കുറിച്ചൊരു ബോധ്യമുണ്ടായി. മുമ്പ് ഞാൻ മരിച്ച് ഒരാളി 6 അടി മണ്ണിൽ ആമീൻ കൃമിക്കിരയാകേണ്ട സ്ഥാനത്ത്, എന്റെ ആത്മാവ് നിത്യമായ നരകത്തിലേക്ക് പോകേണ്ട സ്ഥാനത്ത് എന്നെ സ്നേഹിച്ച് എന്നെ വീണ്ടെടുത്ത് എന്റെ പാപത്തിന്റെ കറകൾ മുഴുവൻ യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ദൈവരാജ്യത്തിന്റെ മകനായി എന്നെ തീർത്ത് യേശുവിന്റെ ശിഷ്യനാക്കി മാറ്റി ആമീൻ ക്രിസ്ത്യാനി എന്നുള്ള പേര് ആമീൻ എനിക്കും ലഭ്യമായി. മുമ്പ് ഞാൻ ക്രിസ്ത്യാനിയാന്ന് വെച്ചാൽ മുമ്പ് ഞാൻ ക്രിസ്ത്യാനിയാ, അല്ലേ? പക്ഷെ പേരുകൊണ്ട് ക്രിസ്ത്യാനിയാ, ജഡം കൊണ്ട് ക്രിസ്ത്യാനിയാ, ആത്മാവിൽ ജനിച്ചിട്ടില്ല. അല്ലേ? ആമീൻ. ആത്മാവിൽ ജനിക്കണം. പേരുകൊണ്ടും ജഡം കൊണ്ടും നീ ജനിച്ചത് കൊണ്ട് ക്രിസ്ത്യാനിയാകില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചവനാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ജഡം ജഡത്തിന്റെ പ്രവൃത്തി ചെയ്യും. ഹല്ലേലൂയ. നീയോ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ക്രിസ്തുവിന്റെ ശിഷ്യനായി നിന്നുകൊണ്ട് ആത്മാവിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ട് ഒന്നുകിൽ നിന്റെ മരണമാണ് ആദ്യം സംഭവിക്കുന്നെങ്കിൽ ആമീൻ കർത്താവിന്റെ വരവെങ്കിൽ നിനക്ക് നല്ലൊരു ഉയർപ്പ് കിട്ടും. അല്ല കർത്താവിന്റെ പ്രത്യക്ഷതയിലാണ് നിനക്ക് ആമീൻ സമയമെങ്കിൽ നിനക്ക് നല്ലൊരു രൂപാന്തരം കിട്ടും, രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ക്രിസ്ത്യാനി എന്ന് പറയുന്ന അഭിമാനത്തോടെ പറയണം. അതുകൊണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ലജ്ജിക്കരുത്. ഹല്ലേലൂയ. നമുക്കറിയാം, കഴിഞ്ഞ കാല ജീവിത സാഹചര്യങ്ങൾ, ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ, പലരുടെയും ജീവിതാനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ വായിക്കുമ്പോൾ, പലരുടെയും ജീവിതാനുഭവങ്ങളെക്കുള്ള സാക്ഷ്യം വായിച്ചു വരുമ്പോൾ അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടത് കൊണ്ട് അവർ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ, വേദനകൾ, ഉപദ്രവങ്ങൾ, ഒറ്റപ്പെട്ട് അനുഭവങ്ങളൊക്കെ അനുഭവിച്ചെങ്കിലും പിന്നത്തേതിൽ ദൈവരെ മാനിച്ചു. ഹല്ലേലൂയ. അവരെ ഉന്നതമായ നിലയിലേക്ക് കൊണ്ടുവന്ന് മാത്രമല്ല, ഒരു കാലഘട്ടത്തിൽ അവരെ നിന്ദിച്ചവരും അപമാനിച്ചവരും പരിഹസിച്ചവരും അവർ ഒഴിവാക്കിയവരും കുടുംബത്തിൽ നിന്ന് തള്ളി പുറത്താക്കിയവരും ഹല്ലേലൂയ സമുദായത്തിൽ നാട്ടി ഓടിച്ചവരൊക്കെ പിന്നത്തേതിൽ ആമി ക്രിസ്ത്യാനിയായി മാറിയ ചരിത്രം നമുക്ക് കാണാനും കേൾക്കാനും കഴിയും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. എന്റെയും ജീവിതത്തിൽ ആമീൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ക്രിസ്തുവിന്റെ ശിഷ്യനായി ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ എനിക്ക് ലഭിച്ച ഭാഗ്യം എന്ന് പറയുന്നത് അത് അഭിമാനത്തോടെ ഞാൻ പറയുന്നതാ. രക്തം ചെയ്യും. അവിടെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിനകത്ത് നീ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനായിരിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് ക്രിസ്ത്യാനി. അവൻ ലോകമോഹങ്ങളിൽ ഒഴിവുള്ളവനായിരിക്കും. അവൻ ലോകമോഹങ്ങളെ നോക്കി യാത്ര ചെയ്യത്തില്ല, ലോകത്തിന്റെ ഇമ്പങ്ങളിലൂടെ കടന്നു പോകത്തില്ല, ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കും ഇംഗിതങ്ങൾക്കും വഴങ്ങിക്കൊടുക്കത്തില്ല. ആമേൻ. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ, ക്രിസ്തുവിന്റെ ശിഷ്യൻ, ക്രിസ്ത്യാനിയായവൻ യഥാർത്ഥ വചനത്തിനകത്ത് ഉറച്ചു നിൽക്കുന്നവനായിരിക്കും. അവൻ വിശുദ്ധി ജീവിക്കുന്നവനായിരിക്കും. വേർപാടും വിശുദ്ധി അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അവനെ ഇവിടുത്തെ മദ്യഷാപ്പി കാണാൻ കഴിയില്ല, അവനടുത്തെ വീബ്രേജി കാണത്തില്ല, അവനവിടുത്തെ ബാറിൽ കാണത്തില്ല, അവന്റെ ചൂതാട്ട കേന്ദ്രങ്ങളിൽ കാണുകയില്ല, സാത്താനി ആരാധനയിൽ കാണത്തില്ല. ഈ ലോകക്കാരോടൊപ്പം കൂട്ടുകൂടാൻ ഒരു ക്രിസ്തുവിന്റെ ശിഷ്യനെ കാണില്ല. കാരണം അവന് വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ഓരോ ദിവസവും കർത്താവിൽ പുതുക്കം പ്രാപിച്ച് കർത്താവ് യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിന് വേണ്ടി അവൻ ഒരുക്കമുള്ളവനായിരിക്കും. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവർ സ്നേഹിത, ഈ 3 സ്ഥലങ്ങളിലാണ് ആമേൻ വേദപുസ്തകത്തിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്.
ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്, നാമമാത്ര ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചിട്ടും ക്രിസ്തുവില്ലാതെ പാപജീവിതം നയിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഒരുപാട് ക്രിസ്ത്യാനികൾ ക്രിസ്തുവുള്ള കുടുംബത്തിനാണ് ജനിച്ചത്, ക്രിസ്തുവിനെയാണ് ഞങ്ങൾ സേവിക്കുന്നത്, ആരാധിക്കുന്നത് എന്നൊക്കെ പറയും. എങ്കിലും അവർ പാപജീവിതം നയിക്കുന്നവരാണ്. അവരെ പാപത്തിൽ കാണുവാൻ കഴിയും, അവരുടെ പാപ സ്വഭാവങ്ങൾ കാണുവാൻ കഴിയും. അവർ പോയി ഇരിക്കുന്ന സ്ഥലം, അവർ പോയി ചെന്ന് കൂടുന്ന സ്ഥലം, അവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എല്ലാം നോക്കുമ്പം ക്രിസ്തുവിന്റെ അനുഗാമികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ജനം പാപത്തിൽ ജീവിക്കുന്നവരാ. ഇന്ന് ലോകത്തിലുള്ള ക്രിസ്ത്യാനികളിൽ ഭൂരിഭാഗം പേരും ക്രൈസ്തവനായിരിക്കുന്നു. ലോക ജനസംഖ്യ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാട്ട്, ലോക ജനസംഖ്യ പരിശോധിച്ചു കഴിഞ്ഞാൽ ലോക ജനസംഖ്യയുടെ ഏറ്റവും കൂടിയ പങ്ക്, ഏറ്റവും കൂടിയ ശതമാനം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണ്. അല്ലേ? ചില ആളുകൾ പറയും ഞങ്ങളുടേതാണ്, ഞങ്ങളാണ് ഇവിടുത്തെ പെരുപ്പം എന്ന് പറയാം. അല്ലത്തെ സ്നേഹിത, ഈ ലോകത്തിൽ ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഏറ്റവും കൂടുതൽ ജനം ഇന്ന് ക്രിസ്ത്യാനികളാണ്. അതിനകത്ത് നല്ലൊരു കൂട്ടം ജനം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച്, ദൈവകൽപ്പന സ്വീകരിച്ച്, അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് അവർ കർത്താവിന്റെ ആലയത്തിലേക്ക് പോയി ആത്മാവിൽ സത്യത്തിലെ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പം വീണ്ടെടുക്കപ്പെട്ടവൻ എന്ത് ചെയ്യും? അവർ ദൈവത്തിന്റെ ആലയത്തിൽ കടന്നുപോയി കർത്താവിനെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്നു. എന്നാൽ നാമമാത്രമായിരിക്കുന്ന ക്രിസ്ത്യാനികൾ അവർ കർത്താവിന്റെ ആലയത്തിൽ പോകാതെ പാപത്തിൽ ജീവിച്ചുകൊണ്ട് അവർ ആത്മാവിൽ സത്യത്തിൽ ജീവിക്കുന്ന പകരമായി ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ ജീവിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ലോകത്തിന്റെ പാപത്തെ, ലോകത്തിന്റെ സുഖത്തെ നീ വിട്ടിട്ട് നീ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ആത്മാവിൽ സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ യഥാർത്ഥമായി ക്രിസ്ത്യാനി എന്ന പേരുകൊണ്ട് നിന്റെ ജീവിതത്തെ യാഥാർത്ഥ്യമാകിയുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ സത്യക്രിസ്ത്യാനി തന്റെ ഹൃദയത്തിൽ ക്രിസ്തുവിന് പൂർണ്ണമായിട്ട് സ്ഥാനം നൽകിക്കൊണ്ട്, സ്ഥാനം നൽകി യേശുവിനെ പോലെ ജീവിക്കണമെന്ന് വാഞ്ചിക്കണം. ഹല്ലേലൂയ. ക്രിസ്ത്യാനി എന്ന് പറയുന്ന വ്യക്തിയെ ക്രിസ്തുവിന് വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയം പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കണം. നമ്മുടെ ഹൃദയത്തിൽ യേശു മാത്രമേ കാണാവുള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനങ്ങളായിരിക്കണം. എപ്പോഴും വിശുദ്ധിയാൽ നിറയപ്പെട്ട ജീവിതവും സംസാരങ്ങളുമായിരിക്കണം. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ പൂർണ്ണമായിട്ടും പരിപൂർണമായിട്ടും നിങ്ങളെ സമർപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അവർ യേശുവിനെ പോലെ ജീവിക്കുവാൻ വാഞ്ചിക്കുന്നു. അവന്റെ പേര് സ്വർഗത്തിലേക്കുള്ള ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള പേര് സ്വർഗത്തിലെ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും തീപ്പൊയ്കയിൽ തള്ളിയിടും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ക്രിസ്തു ഉള്ളവനാണെന്നും ക്രിസ്തു ഭവനത്തിൽ ജനിച്ചവനാണെന്നും ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചവനാണെന്നൊക്കെ പറഞ്ഞിട്ട് പാപജീവിതം നയിച്ചിട്ട് ക്രിസ്തുവില്ലാതെ ജീവിതം നയിച്ച് മുമ്പോട്ട് പോയാൽ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ ചെല്ലുകയില്ല. തീപ്പൊയ്യിലേക്ക് നിങ്ങൾ പോകുകയുള്ളൂ. തീപ്പൊയ്യിൽ പോകാതിരിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ ഹൃദയം പകർന്നു കൊടുത്ത്, നിങ്ങളുടെ ഹൃദയം കൊടുത്ത് യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ പേര് സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തിൽ എഴുതും. ഹല്ലേലൂയ. നിങ്ങളുടെ പേര് സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തിൽ എഴുതുമ്പോൾ ആ പേരുള്ളവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ക്രിസ്തുവിനോട് ചേരണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം പറയുന്നു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഈ സ്നാനമേക്കുക എന്ന് പറയുമ്പോൾ ചിലര് പറയും, അയ്യോ അവര് സ്നാനപ്പെടുത്തി നിങ്ങളെ മതത്തോട് ചേർക്കുക എന്ന് പറയും.
ഹല്ലേലൂയ. അവരുടെ പള്ളിയിലേക്ക് ചേർക്കുക. ആമേൻ, സ്തോത്രം. നിങ്ങളെ മതത്തിലേക്ക് മാറ്റുക എന്നൊക്കെ പറയും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സ്നാനം എന്ന് പറയുന്നത് നിന്നെ മതത്തിലേക്ക് ചേർക്കുന്നതല്ല, നിന്റെ പേര് മാറ്റുന്നതല്ല, നിന്നിടത്തും നിന്നെ ഞങ്ങളുടെ പള്ളിയിലേക്ക് ചേർക്കുന്നതല്ല. ആമേൻ, സ്നാനം എന്ന് പറയുന്നത്. ആമേൻ, സ്നാനം കൊണ്ട് പള്ളിയുടെ രജിസ്റ്ററിൽ പേര് വരുന്ന, അങ്ങനെ പേര് വരാൻ വേണ്ടി ഹല്ലേലൂയ സ്നാനപ്പെടുന്നവരുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അങ്ങനെയൊക്കെയുള്ള ഒരു സ്നാനങ്ങളൊക്കെ പണ്ട്
ഇവിടെ അന്ത്യോക്യ എന്ന നഗരത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഒരു സംവത്സരം ജനങ്ങളോട് ഉപദേശിച്ചു. അത് മുഖാന്തരം അവർ വിശ്വാസികളായി തീർന്നു. എന്റെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, കർത്താവിന്റെ ഉപദേശം നിങ്ങളെ സ്തോത്ര സത്യ ക്രിസ്ത്യാനികളാക്കി സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരാക്കി മാറ്റും. ഹല്ലേലൂയ, സ്തോത്രം. മുമ്പ് നിങ്ങളായിരുന്ന ജീവിത സാഹചര്യത്തെ എല്ലാം മാറ്റി, നിങ്ങളുടെ സ്വഭാവത്തെ മുഴുവൻ മാറ്റി നിങ്ങൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായി ദൈവം നിങ്ങളെ മാറ്റും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ ഈ ഭൂമി ജീവിക്കുന്ന അനുഭവത്തെ, നിങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങളെ, നിങ്ങൾ കടന്നു പോകുന്ന പാരമ്പര്യത്തെ, നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്ന ഉപദേശത്തെ, അതിനെ കുടഞ്ഞു കളയണം. ഹല്ലേലൂയ. ഇതിന്റെ കഴിഞ്ഞകാല ജീവിത പാരമ്പര്യ സ്വഭാവങ്ങളെ നീ കുടഞ്ഞു കളയണം. ഹല്ലേലൂയ. അതിനെ കുടഞ്ഞു കളഞ്ഞിട്ട് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റുകൊണ്ട് ക്രിസ്തുവിനെ നീ ജീവിതത്തിൽ ധരിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. അതുകൊണ്ട് കർത്താവിന്റെ ഉപദേശം നിങ്ങളുടെ ഉള്ളിൽ പൂർണ്ണതയെ കൊണ്ടുവരും. അത് നിത്യമായി സമാധാനം കൊണ്ടുത്തരും, നിത്യമായി സ്നേഹത്തിലേക്ക് നയിക്കും. നിന്റെ കഷ്ടങ്ങൾ മാറും, നിന്റെ വേദനകൾ മാറും, നൊമ്പരങ്ങൾ മാറും, നിന്റെ ദുഃഖങ്ങൾ മാറും, കണ്ണുനീര് മാറും. നിന്നെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഒരുത്തൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന്റെ വചനം പൗലോസ് ഇബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. ഇബ്രായ 6-ാം അധ്യായം അതിന് 2-3 വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ച്, ഹല്ലേലൂയ, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം. ഹല്ലേലൂയ. എന്റെ 1-ാമത്തെ വാക്യം ഇബ്രാഹിം 6:1 വായിച്ചാൽ സ്തോത്രം, അല്ലെങ്കിൽ പരിജ്ഞാന പൂർത്തിയിലേക്കുള്ള പുരോഗതി എന്നുള്ളതാണ്. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും വിടാതെ, അല്ലെങ്കിൽ നാം ക്രിസ്തുവിനേക്കുള്ള കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ, അല്ലെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, പരിജ്ഞാനപ്പെടുത്തി ശ്രമിപ്പാൻ ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെ, സ്തോത്രം. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. ഇന്ന് പകൽ ഞാൻ എന്റെ വാക്കുകൾ വിരാമം വിടുകയാണ്. നീ കർത്താവായ യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുമ്പോൾ നിന്റെ ജീവിതത്തിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഇന്നലകളിലെ കഷ്ടം മാറി, ഇന്നലകളിലെ നൊമ്പരം മാറി, ദുഃഖങ്ങൾ മാറി, നിനക്ക് സ്വസ്ഥമായ ഒരു ജീവിതം നയിപ്പാൻ ക്രിസ്തു നിനക്ക് ആവശ്യമാണ്. യേശു നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിന്റെ സ്ഥിതികളെല്ലാം മാറും. അതുകൊണ്ട് ക്രിസ്ത്യാനി എന്ന പേരിൽ നീ പ്രാപിച്ചതുകൊണ്ട് നീ ലജ്ജിക്കേണ്ട, അഭിമാനത്തോടെ വിളിച്ചു പറയണം. ഹല്ലേലൂയ. ഇന്ന് പകൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവായി സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ എന്നോടൊപ്പം ചേർന്ന് ഇങ്ങനെ പറയാമോ, കർത്താവായ യേശുവേ, എന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപ സ്വഭാവങ്ങളെ നീക്കി അങ്ങയിൽ ഞാൻ വിശ്വസിച്ച് അങ്ങയുടെ കൽപ്പന പ്രമാണിച്ച് അങ്ങയുടെ കൽപ്പന സ്വീകരിച്ച് അങ്ങയോട് ചേർന്ന് നിൽപ്പാൻ, അങ്ങയുടെ ഒരു ശിഷ്യനായി മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ജീവിതത്തിൽ അങ്ങയുടെ സാന്നിധ്യം അയക്കണമേ. അവിടുത്തെ മകളായി ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എന്റെ രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കുന്നു. അങ്ങേക്ക് മാത്രം എന്റെ പാപത്തെ ക്ഷമിച്ചു തരാൻ കഴിയുള്ളൂ. അങ്ങാണ് ഏക രക്ഷകൻ. മാനകുലത്തിന്റെ മുഴുവൻ പാപത്തിനുവേണ്ടി ക്രൂശിൽ മരിച്ചവൻ അങ്ങ് മാത്രമാണ്. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവൻ അങ്ങ് മാത്രമാണ്. സ്വർഗാരോപണം ചെയ്തവൻ അങ്ങ് മാത്രമാണ്. പിതാവിന്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥ ചെയ്യുന്നവരും അങ്ങ് മാത്രമാണ്. അങ്ങയുടെ സഭയെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരുമ്പോൾ എനിക്ക് കർത്താവ് അങ്ങയോടുകൂടെ ചേരുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്, പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവരങ്ങളെത്തി ചെറിയവരും വലിയവരുമായിരിക്കുന്ന ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഉള്ളിലോട്ട് കൊട്ടാരത്തി വരെ പാർക്കുന്നവരെ, വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാരും രാജ്ഞിമാരും, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസി മേഖല, ട്രൈബൽ മേഖലയിലായിരിക്കുന്നവർക്കായി ഞങ്ങൾ കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാക്കുന്ന BSF, CRPF, അല്ലേലിയുടെ ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, രഹസ്യാംശ വിഭാഗങ്ങളെ, പോലീസിന്റെ വിവിധ വകുപ്പുകളിലെ ഉത്തരവാദിത്തപ്പെട്ടവരെയും ജുഡീഷ്യൽ എല്ലാ വകുപ്പുകളെയും ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. അല്ലേലി കരയിലും കടലിലും ആകാശമാർഗം വാഹനം ഓടിക്കുന്നവർ, യാത്ര
യാത്ര ചെയ്യുന്നവർ, വാഹന നിർമ്മിതാക്കൾ, ഹല്ലേലൂയ സ്തോത്രം, അവരെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സമുദ്രത്തിന്റെ ആഴങ്ങൾ ജോലി ചെയ്യുന്നവർ, സമുദ്രാവസ്ഥയിൽ വസിക്കുന്നവർ, ഹല്ലേലൂയ, മത്സ്യബന്ധനായിരിക്കുന്നവരെ, കരികളിലും ഫാക്ടറികളിലും കമ്പനികളിലും ഒക്കെ ജോലി ചെയ്യുന്നവർ, ചെറുതും വലുതുമായ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളെയും എല്ലാ വ്യവസായികളെയും വഴിപൂര കച്ചവടക്കാരെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കൺസ്ട്രക്ഷൻ മേഖലയിൽ, ട്രേഡ് യൂണിയൻ രംഗത്ത് പണിയെടുക്കുന്നവർ, ആരോഗ്യ മേഖല, സാമ്പത്തിക മേഖല, പൊതുമരാമത്ത് മേഖലയിലെ, ബാങ്കിങ് മേഖല, വിദ്യാഭ്യാസ മേഖല, കാർഷിക മേഖല, ക്ഷീരമേഖലയിൽ ആയിരിക്കുന്നവർക്കായി ഞങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ. മത, സാമൂഹ്യ, സംസ്കാര, സംഘടനാ രംഗത്ത്, ചരിത്ര, മാധ്യ, മീഡിയ രംഗത്ത്, സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, ഹല്ലേലൂയ, ഭരണപ്രദേശ പാർട്ടികളെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ദേശത്തും വിദേശത്ത് ജോലിക്കായി കടന്നുപോയിരിക്കുന്നവർ, ഹല്ലേലൂയ, അവിടെ കർത്താവിൽ കഷ്ടം സഹിക്കുന്നവർ, അവരെ ഞങ്ങൾ ഓർക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ പോയി മണലാരണ്യത്തിൽ കഷ്ടം സഹിക്കുന്നവർ, വിസ നഷ്ടപ്പെട്ടവർ, നാട്ടിലേക്ക് കടന്നിട്ട് കഴിയാതെ ഭാരപ്പെടുന്നവർ, സാലറി കിട്ടാതെ ഭാരപ്പെടുന്ന, അടിമത്തത്തിലൂടെ കഴിയുന്നവർ, ജയിലറയിലായിരിക്കുന്നവർ, ഭവനങ്ങളിൽ ജോലിക്ക് പോയി കഷ്ടം സഹിക്കുന്ന, പീഡയനുഭവിക്കുന്ന സഹോദരങ്ങൾ, ഞങ്ങൾ അവരേക്ക് ഓർക്കുകയാണ്. ഒരു വിടുതൽ കൊടുക്കണമേ. ഹല്ലേലൂയ. കർത്താവ് ജനം ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ശിഷ്യനായി കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ജനത്തെ ഒരുക്കണമേ. ശൈശവത്തിലും ബാല്യത്തിലും കൗമാര യൗവനത്തിലും വാർദ്ധക്യത്തിലും ജ്ഞാനം യാചകരോഫനേജിലും വോൾട്ടേജ് ഉച്ചയിൽ തടവറയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേരളത്തിലും ഭാരത വിദേശ രാജ്യങ്ങളില് കർത്താവിന്റെ വേലയെ സ്നേഹിച്ച് കടന്നുപോയിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ, വിവിധ കർത്താവി പ്രാർത്ഥന സെക്ഷനുകളെ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. സുവിശേഷ മുഖാന്തരം കർത്താവിൻ ജയിലുകളിൽ കിടക്കുന്നവരുണ്ട്, അവർക്ക് പൂർണ്ണമായി മോചനം കൊടുക്കണമേ. ചില അധികാരികളോട് ദൈവരുടെ അവർക്ക് മാനസാന്തരം കൊടുക്കുവാൻ, ക്രിസ്ത്യാനിയായി തീർന്നതിന് പേരിൽ, ക്രിസ്തുവിനെ പ്രസംഗിച്ചതിന് പേരിൽ കർത്താവിൽ തെറ്റുകൾ ചെയ്യാതിരുന്നിട്ടും തെറ്റുകാരെന്ന് കുറ്റം ചുമത്തി ജയിലടച്ചുള്ള ദൈവമക്കളെ, ദൈവദാസന്മാരെ പീഡിപ്പിക്കുന്ന ഭരണാധിപന്മാർക്കൊരു മാനസാന്തരം കൊടുക്കുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലും ഭൂമിക്ക് നാഥനായ ദൈവത്തിന്റെ കരങ്ങളിൽ സകല ജനത്തെ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽ യാത്ര ചെയ്യുന്നവർ, ഇന്ന് പകൽ കർത്താവെ അറിയാൻ വിവിധ ജോലി ചെയ്യുന്നവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയുടെ കൂട്ടായ്മകളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. യേശു കർത്താവിന്റെ വിനിയേറിയ നാമത്തിൽ തന്നെ ആമേൻ.